ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടി ഞങ്ങളിതേ കടയിൽ പോകുന്നുണ്ട്. അപ്പോൾ പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോഴാണ് ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ എല്ലാ സാധനവും തീർന്നു പോയെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ചേട്ടായി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മയും ചേച്ചിയൊക്കെ ശ്രീകുണ്ടിൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് വല്യമ്മ താമസിക്കുന്നത്. ചേട്ടയുടെ പപ്പായുടെ അമ്മയാട്ടോ. അമ്മ നേരത്തെ സിബ്ലിങ്സിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് വയ്യാണ്ടൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് കാരണം എപ്പോഴും വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും ചേട്ടായിന്ന് വീട്ടിലുണ്ടോ. ചേട്ടായിക്ക് പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയും പഴവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പരിപ്പും തക്കാളിയും കൂടി ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പൊക്കെ കഴുകുന്ന വെള്ളം, പച്ചക്കറി കഴുകുന്ന വെള്ളം ഇതുപോലെ ബക്കറ്റിലെടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് അതാണിപ്പോൾ ചെടിക്കൊക്കെ ഒഴിക്കുന്നത്. അങ്ങനെ പരിപ്പും തക്കാളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ട് വേകാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചു. കുക്കർ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. ഇൻഡക്ഷൻ ബേസ് കുക്കറല്ല. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ പിന്നെ ഈ പാത്രത്തിലോട്ട് തന്നെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് വേകാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചോറൊക്കെ പിന്നെ നമ്മൾ അടുപ്പിലാട്ടോ വെക്കുന്നത്. ബാക്കി കറി വെക്കുന്നതും ചായ വെക്കുന്നതും മാത്രമേ നമ്മൾ ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ കറി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചേട്ടൻ്റെ കൂടെ പോയിട്ട് കുറച്ച് പണിക്ക് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി ആട്ടോ, സുബിൻ്റെ വണ്ടിയാണ്. അപ്പം ആൾക്ക് വണ്ടിയുടെ പെയിൻറ്റിങ് അറിയാവുന്നതുകൊണ്ട് അവൻ്റെ വണ്ടി ചേട്ടനാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പെയിൻ്റൊക്കെ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 1-2 ദിവസമായിട്ടോ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ബാക്കി പണി വേഗം തന്നെ തീർക്കണം. അതുകൊണ്ട് തന്നെ പൊട്ടിയിട്ടത് പേപ്പർ പിടിക്കാൻ ഞങ്ങൾ 3 പേരും കൂടെ 3 സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ സുബിനെ ഞാനും കൂടെ ബാക്കിൽ നിന്നിട്ട് പേപ്പർ പിടിക്കാൻ എന്നിട്ട് ആശാൻ ഫ്രണ്ടിൽ എന്തോ ഒട്ടിയും പരിപാടിയൊക്കെയാണ്. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന അല്ലാതെ ബാക്കി ഭാഗമൊക്കെ ന്യൂസ് പേപ്പർ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പോൾ ആശാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പേപ്പർ പിടിക്കുന്ന പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും പഠിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ കൂടും. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ എനിക്ക് പെയിൻ്റ് അടിക്കാൻ തരാമെന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് സുബിൻ എനിക്ക് ബിരിയാണി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വെറുതെ യെല്ലോ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അത് ഓൾറെഡി അടിച്ചു വെച്ചതാണ്. അതിൻ്റെ സെക്കൻഡ് കോട്ടിങ് എങ്ങാണ്ടാന്ന് തോന്നുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അടിക്കുന്നത് ഇങ്ങനെ കാണാൻ നല്ല രസമായിട്ടും. അതിനിടയിൽ നമ്മുടെ കുഞ്ഞ് ഇതിൽ എന്തോ കുരുത്തക്കേടും കാണിച്ച് നടപ്പുണ്ട്. അവൻ്റെ ഓട്ടോക്കകത്തൊക്കെ കയറി മണത്ത് നോക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയത്തില്ല. പെയിൻറ്റ് അടിച്ചിട്ടാണ് ഇങ്ങനെ കയറുന്നതെന്നുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞിക്കാലുകൾ മുഴുവൻ അതിനകത്ത് ഉണ്ടാവും. ഓൾറെഡി പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈച്ചയുടെ ശല്യം ഇട്ടു. എവിടെ നിന്നൊന്നും അറിയത്തില്ല. ന്യൂസ് പേപ്പർ ഫുള്ള് ഈച്ച ഇങ്ങനെ വന്നിരിപ്പുണ്ടാവും. അതിന് പിന്നെ ഒരു വിധത്തിലാണ് ഓടിച്ചു വിടുന്നത് പെയിൻറ്റ് വന്നിരിക്കാതെ. അപ്പോൾ ഈ സൈഡിലൊക്കെ പുട്ടി പിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുട്ടി പേപ്പർ പിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. പണ്ട് പിന്നെ വീടിന് പെയിൻറ്റ് അടിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പേപ്പർ പിടിക്കാൻ കുറച്ച് ഐഡിയ ഉണ്ട്. പിന്നെ ബാക്കി വന്ന പെയിൻറ്റ് ഇവർക്ക് രണ്ടുപേർക്കും കളയാൻ കഴിയില്ലാത്തതുകൊണ്ട് അതിരുന്ന് ടയറയിൽ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേറെ ഏതൊക്കെയോ കുറേ പാർട്ടുകളുണ്ട് കേട്ടോ. അത് പ്ലാസ്റ്റിക് ആണ്. അതും ഇരുന്ന് ഉരയ്ക്കുന്നുണ്ട്. ആ ഫ്രണ്ടിലത്തെ ഹെഡൊക്കെയാന്ന് തോന്നുന്നു. അത് അരച്ചു കൊടുത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പെയിൻറ്റ് അടിക്കാൻ തരാമെന്ന് പറഞ്ഞു. ഈ സാധനം സൈഡിലും അടിയിലും അങ്ങാണ്ട് വരുന്ന കേട്ടോ. അതടിച്ച് കുളവാക്കിയെന്ന് പറഞ്ഞാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് ഇങ്ങനെ സ്പ്രേ അടിക്കുന്നതൊക്കെ കാണാൻ. പിന്നെ ഇതിന് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തലവേദനയൊക്കെ എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്പ്രേ പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വലിയ സാധനം എനിക്ക് അടിക്കാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ അടിയിൽ പിന്നെ ഒരു പടുത പോലത്തെ ഒരു സംഭവം എടുത്തിട്ട് പഴയ ഒരു റെയിൻകോട്ടാണ് അതെടുത്തിട്ടിട്ട് അതിനകത്ത് വെച്ചിട്ട് അടിക്കുന്നുണ്ട്. ഇത് അടിക്കുന്ന സമയത്ത് നല്ലോണം സ്പ്രേ നമ്മുടെ ഉള്ളിൽ പോകും കേട്ടോ. മാസ്ക് ഒക്കെ വെച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ മാസ്ക് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ ഒലിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് മനസ്സിലായത് ഒലിക്കാതെ അടിക്കണം എന്നുള്ളത്. അങ്ങനെ ആ പരിപാടിയും കുറച്ച് ചെയ്തിട്ട് ഞാൻ പിന്നെ വന്നിട്ട് പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രീകുട്ടിൻ്റെ പനിയായിട്ട് 3-4 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇന്ന് അവനെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അമ്മ രാവിലെ പോയിട്ടു. പിന്നെ തലേ ദിവസത്തെ പാത്രങ്ങൾ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ചെറിയ പനിയൊക്കെ ആയിരുന്നുകൊണ്ട് പാത്രങ്ങൾ കുറച്ചധികം കഴുകാനുണ്ടായിരുന്നു. പിന്നെ രാവിലെ കുക്ക് ചെയ്തൊക്കെ ഇട്ടും. അതിനിടയിൽ ഇതേ കുഞ്ഞ് വന്ന് ഇവിടെ നല്ലൊരു കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഉള്ള സ്വഭാവമായിട്ട് ഇങ്ങനെ മേളിക്കറി ചാടുന്നത്. ചാടി ആ താഴെ ആ പാത്രത്തിലുണ്ടായിരുന്ന കാപ്പി മുഴുവൻ അവിടെ മറിച്ചിട്ട് എനിക്ക് നല്ല ഇരട്ടി പണി ഉണ്ടാക്കി തന്നു. പിന്നെ ഞാൻ അവിടെ ഫുള്ള് തുടക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു. ആ തറ ഫുള്ള് ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ തുടച്ചിടേണ്ടി വന്നു. ഇതെപ്പോഴും ഉള്ള സ്വഭാവം കേട്ടോ. ഫ്രണ്ടിലാണെങ്കിലും അങ്ങനെയാണ്. ആ ഒരു ജനലിൽ കൂടെയൊക്കെ ഇങ്ങനെ ചാടി കയറും. എന്നിട്ട് നേരെ താഴെ വന്ന് നിൽക്കുന്ന കാണാം. അതുപോലെ ഇവിടെ പാത്രമൊക്കെ കഴുകി വെച്ചതിൻ്റെ മേളിലും ഇതേപോലെ ചാടും. രാത്രിയൊക്കെ അതുകൊണ്ട് പാത്രത്തിൻ്റെ കുറച്ച് അപശബ്ദങ്ങളൊക്കെ കേൾക്കാം. അതുകൊണ്ട് ഇപ്പോൾ പല്ലീനെ പിടിച്ചുകൂടെ ഒറ്റ പല്ലില്ല കേട്ടോ.
എവിടെ പല്ലി ഉണ്ടെങ്കിലും അതിനെ ചാടി ഒറ്റ പിടിക്കും. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം സീരീസൊക്കെ കണ്ടത് ഈ പാത്രം ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ സീരീസ് കാണുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, സീരീസ് കാണാൻ വേണ്ടി ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയും വേണ്ട, നമ്മുടെ പണിയും തീരും, സീരീസും കാണാം. അല്ലാതെ വേറെ ഇങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ കാണാറില്ല. അകപ്പാടെ കാണുന്ന മിക്കവാറും ഒരു എപ്പിസോഡൊക്കെ വെച്ചിട്ടായിരിക്കും കാണുന്നത്. 1 മണിക്കൂറിൻ്റെ എപ്പിസോഡാട്ടോ. അപ്പം കുറച്ച് വെച്ചിട്ട് ഞാൻ രാത്രി ആകുമ്പോഴത്തേനും ആണ് മിക്കവാറും അത് കണ്ടു തീർക്കുന്നത്. എനിക്കങ്ങനെ കൊറിയൻ കേട്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ഞാൻ സബ് ടൈറ്റിൽ ഇട്ട് ഇംഗ്ലീഷിലാണ് കഥ വായിക്കുന്നത്. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മളത് കാണാൻ വേണ്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ട് മെയിൻ പാത്രം കഴിക്കുന്ന സമയവും ഫുഡ് കഴിക്കുന്ന സമയം, ഈ 2 സമയങ്ങളാട്ടോ സീരീസ് കാണുന്നത്. അങ്ങനെ പാത്രമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാം കൊണ്ട് അപ്പം തന്നെ അങ്ങ് അടുക്കി വെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പാത്രം പുറത്ത് വെച്ചിരുന്ന പാത്രം പൊട്ടിപ്പോയിട്ടു. അതിൻ്റെ ഇടയിൽ തുളയുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം പോകാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ പുറത്തുകൊണ്ട് വെക്കുമായിരുന്നു. ഇപ്പം അതില്ലാത്തതുകൊണ്ട് പിന്നെ മുറത്തിൽ കുറച്ച് നേരം കഴുകി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്ത് വെക്കും കിട്ടും. സാധനം പൊട്ടിപ്പോയി. കുറേ നാളായി നമ്മൾ വാങ്ങിയിട്ട്. നമ്മുടെ ഫസ്റ്റ് വീട്ടിൽ നിന്നങ്ങാണ്ട് വാങ്ങിയതാണ്. അത് ഇത്രയും നാൾ നിന്നത് തന്നെ വലിയ കാര്യം. അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ ചേട്ടാ ഇവിടെ കുഞ്ഞീനെ വെച്ച് കളിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഉച്ചയ്ക്കൊരു ലഞ്ച് ബ്രേക്കൊക്കെ ആയി. ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും പണിയൊക്കെ നിർത്തി ഇവിടെ നിന്ന് കളിയാണ്. സുബിൻ പറഞ്ഞ പോലെ വാക്ക് വലിച്ചിട്ടുണ്ട്. അവൻ ദേ ബിരിയാണി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്ന് കളിയാട്ടോ. ഒരാളിവിടെ കുഞ്ഞിനെ ഒറ്റക്കൈയും കൊണ്ട് പിടിച്ച് സാഹസികമൊക്കെ കാണിക്കുന്നുണ്ട്. അവൾ പിന്നെ റോട്ടിലും വഴിയിലും മാനത്തോട്ടമൊക്കെ നോക്കി വല്ല പല്ലീനും കിട്ടുമെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. എപ്പോഴും കണ്ണ് മണ്ടയിലായിരിക്കും. അത് പറഞ്ഞ് അമ്മ എപ്പോഴും കളിയാക്കും കേട്ടോ. അവൾ താഴെ നിന്നാലും അവളുടെ കണ്ണ് എപ്പോഴും മണ്ടയിലാന്ന്. അത് സത്യമായിട്ടോ. നമ്മൾ കയ്യിലെടുത്ത് വെക്കുമ്പോഴും ഇങ്ങനെ മണ്ടയിലോട്ട് നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും സുബിൻ പിന്നെ ബിരിയാണി ആയിട്ട് വന്നു കേട്ടോ. എനിക്ക് വല്യമ്മയ്ക്ക് ഒരു ബിരിയാണി വാങ്ങി, അവന്മാർക്ക് 2 പേർക്കും ഓരോ ബിരിയാണി വാങ്ങി. അപ്പോൾ ഒരു ബിരിയാണി ഞാൻ ഷെയർ ചെയ്തിട്ട് വല്യമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ 1:30 കഴിഞ്ഞായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ബിരിയാണി. ഞാൻ പിന്നെ അങ്ങനെ ഒരു സിംഗിൾ ബിരിയാണി പോലും ഫുള്ള് കഴിക്കത്തില്ല. അതുകൊണ്ട് ഒരു ബിരിയാണി ആയിട്ട് ഞാൻ അധികം വാങ്ങാറില്ല. പൊതുവേ ഞാനൊരു ഫ്രണ്ട്സായിട്ട് പോകുകയാണെങ്കിലും ഞങ്ങളൊന്നും വാങ്ങിച്ച് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് മതിയായിരുന്നു. ബാക്കി ദേ വല്യമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. അവ അമ്മയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് റൂമിൽ കൊണ്ടാട്ടോ എല്ലാം കൊടുക്കുന്നത്. സൈഡിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട് കൈയൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം എടുത്തുകൊണ്ട് കളഞ്ഞാൽ മതി. പിന്നെ കുടിക്കാനുള്ള വെള്ളം കുപ്പിയിൽ കൊണ്ട് വെക്കും. കപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വല്ല തട്ടി താഴെ പോവോ, പൂച്ചയൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നല്ലേ. അതുകൊണ്ടാണ് പിന്നെ കുപ്പിയിലെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അമ്മ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വിളിക്കുമ്പോഴത്തേനും പിന്നെ പോയി പാത്രം എടുത്ത് വെച്ചാൽ മതി. തന്നെ ഉള്ളപ്പോൾ എനിക്കങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. 2 പേര് ആരെങ്കിലും പപ്പായോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്മയ്ക്കും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ ദേ പുറത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഷെഡിൽ ഇരുന്ന് കഴിക്കാമെന്ന് ഓർത്തു വിട്ടു. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ പണി ഓട്ടോയിലുണ്ടായിരുന്നു. അപ്പോൾ ആശാൻ അതും കൂടെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതും എന്തോ ഒരു പുട്ടി പോലത്തെ ഒരു സംഭവമാണ്. അത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇതേ 3 ആളും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ 2 പേരും കൂടെ ഒരു പാത്രത്തിലോട്ട് ബിരിയാണി ഇട്ടിട്ട് ഒരു പാത്രത്തിൽ നിർത്തി കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ആ ഒരു കവർ വെച്ച് തന്നെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ പാത്രം കഴിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ മേളിലോട്ട് ആ കവറോടെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന എല്ലും കഷ്ണത്തിൻ്റെ കൂടെ കുറച്ച് ചോറും ഇട്ട് ബ്രൂണോച്ചനുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ലെഗ് പീസ് ആയിരുന്നു കിട്ടിയത്. അവൻ ആ ലെഗ് പീസ് മാത്രം എടുത്ത് വെച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതിന് ആശാന് ചോറ് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് ചോറ് കഴിച്ചത്. എന്നാലും ചിക്കൻ്റെ മണം വന്നതുകൊണ്ട് അവനെങ്ങനെയൊക്കെ ചോറ് കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിൽ ബാക്കിയുള്ള പണി ആ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാമെന്നുള്ള കേട്ടോ. പിന്നെ ഈ ഒരു 2ാമത് തേച്ച് വെച്ച പുട്ടിയും നമ്മളിതുപോലെ പേപ്പർ പിടിക്കണം. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ മുക്കിയാണ് പിടിക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ ആശാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ പേപ്പർ പിടിക്കുന്നത് കറക്റ്റാണല്ലോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഊഹം വെച്ചിട്ട് ഞാനങ്ങ് പിടിക്കുന്നതാണ്. പിന്നെ എന്നിട്ട് ഞാൻ ചോദിക്കും ശരിയായോ എന്ന്. അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആശാൻ വന്നിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 സൈഡിലിരുന്നിട്ട് പേപ്പർ പിടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നല്ല രസമാണെങ്കിലും പിന്നെ അത്ര രസമൊന്നുമില്ല കേട്ടോ. പേപ്പർ പിടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെ തൊലിയൊക്കെ ഇങ്ങ് പോകും. ചില ദിവസം ചേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൈയൊക്കെ ഭയങ്കര റഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ദിവസം മിക്കവാറും പേപ്പർ പിടുത്തമായിരിക്കും. അപ്പോൾ പുട്ടി ഇങ്ങനെ പേപ്പർ പിടിച്ച് കഴിയുമ്പം കൈയൊക്കെ ഇങ്ങനെ തോലൊക്കെ പോയി നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാം കയ്യിൽ. പിന്നെ മാസ്ക് വെച്ചെന്ന് പറഞ്ഞാലും കുറേയൊക്കെ പുട്ടി മൂക്കി കയറും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈ പുട്ടി പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നത് കൊണ്ട് വലിയ അങ്ങനെ മൂക്കി കയറത്തൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരന്മാരുണ്ടും കൂടെ അപ്പുറത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് നാടി തുങ്ങി ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേനും ദേ മാളോ സിദ്ധുവും കൂടെ സ്കൂളിൽ പോയിട്ട് വന്നു. അവരിപ്പം തന്നെ ബസ്സൊക്കെ കയറി ഇങ്ങോട്ട് വരാൻ പഠിച്ചു കേട്ടോ. ശരിക്കും സ്കൂളിൻ്റെ അവിടെ നിന്ന് 2ാമത്തെ സ്റ്റോപ്പാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടന്നു വരും. ഒരു 10-15 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം മാളു വലിയ കൊച്ചൊക്കെ ആയതുകൊണ്ട് അവൾ പിന്നെ സിദ്ധുവിനെയും കൂട്ടിക്കൊണ്ട് വന്നോളും. അപ്പോൾ അതേ നമ്മുടെ പൂന്തോട്ടത്തിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ പിന്നെ പോയിട്ട് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണിയൊക്കെ ചെയ്ത് മടുത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാളുവിനും കൂടെ കൂട്ടി വിളിച്ചു. അപ്പോൾ അവളും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ഞിവെള്ളവും ഇതുപോലെ പച്ചക്കറി കഴുകുന്ന വെള്ളം, കാടി വെള്ളം, പാരി കഴുകുന്ന വെള്ളം, അങ്ങനെ എല്ലാ വെള്ളവും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെക്കും. എന്നിട്ട് അതാട്ടോ വൈകുന്നേരം ഇങ്ങനെ കോരി ഒഴിക്കുന്നത്. അങ്ങനെ അധികം പൈപ്പിലെ വെള്ളം ഒഴിക്കാറില്ല.
ഓൾറെഡി വെള്ളമൊക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോഴത്തേനും ചെടിയും പൂവും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, ചെടി നന്നായിട്ട് വളർന്നോളൂ കേട്ടോ. ചില ചെടി മാത്രം ഇങ്ങനെ കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഞാൻ കുറേ ബന്ദി ഉണ്ടാവുന്ന കണ്ടപ്പോഴത്തേനും കുറച്ച് ബന്ദിയുടെ വിത്താണെങ്കിൽ ഒരു കുഞ്ഞി ചട്ടിക്കകത്ത് പാകിയിട്ടുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ. ബന്ദി ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ തന്നെ ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ പിന്നെ എന്താണെന്നറിയില്ല, ഈ ഒരു ഭാഗത്ത് എത്ര ചെടി വെച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പിടിക്കണില്ല കേട്ടോ. എന്നാലും ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ചുകൊണ്ട് ചെടി ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കും. എങ്ങനെയെങ്കിലും പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു ഭാഗം ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുന്നതാണ് ഒരു രസമില്ല. പിന്നെ കുറച്ച് ഓട്ടോ ഇങ്ങനെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതും പോയി ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കി അവന്മാർ ചെയ്തോളും. അപ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് ബ്ലാക്ക് പെയിൻറ് അടിക്കാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഫുള്ള് തുടച്ച് വൃത്തിയാക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ട് ഇതേ കാപ്പി കുടിക്കുന്നുണ്ട്. ചേട്ടായോട് ചോദിച്ചപ്പോഴത്തേനും ആശാന് കാപ്പി വേണ്ട, അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. ആൾ ചില സമയത്ത് കാപ്പി കുടിക്കും, ചില സമയത്ത് കുടിക്കത്തില്ല. പിന്നെ മധുരം ഇട്ട് കൊടുത്താൽ കുടിക്കില്ല കേട്ടോ. എനിക്ക് മാത്രം മധുരമുള്ള കാപ്പി മതി. പിന്നെ ഈ ഓട്ടോയുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു ബ്ലാക്ക് ഭാഗം കൂടെ തിന്നറിട്ട് തുടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഞങ്ങളിത് തിന്നറിട്ട് തുടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ബ്ലാക്ക് അടിക്കാൻ വേണ്ടി പോകട്ടും. അതുകൂടെ കഴിയുമ്പോഴത്തേനും പിന്നെ ഫുൾ പരിപാടിയും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്ന് തന്നെ അടിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രിയാണെങ്കിലും അടിക്കാമെന്ന് വിചാരിച്ചു. അകവശമൊക്കെ നേരത്തെ അടിച്ചിട്ടു, ബാക്കി പുറം വശമൊക്കെ രാത്രി നല്ല ലേറ്റ് ആയപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ആട്ടോ അടിച്ചത്. 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് പരിപാടി. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴത്തേനും ശ്രീകുട്ടിനെ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പം ചേട്ടാ ഇവിടെ പണിയായിരുന്നുകൊണ്ട് സുബിമിനെ പോയിട്ട് വിളിച്ചുകൊണ്ട് വന്നു. വന്നപ്പോഴത്തേനും ഓക്കെ ബിരിയാണിയൊക്കെ ആയിട്ടാണ് വന്നത്. മാളൂനും സിദ്ധുവിനും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ചേച്ചി പറഞ്ഞ് തന്നു കേട്ടോ. പനിയുടെ ചെറിയ ജാടയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ കമ്പനിയൊക്കെ ആയി. പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേനും എൻ്റെ കൂടെ ഇരുന്ന് വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഞാൻ പിന്നെ വൈകുന്നേരം കുറച്ച് നേരം ഇരുന്നിട്ട് ഇവർക്ക് പാട്ട് വെച്ച് കൊടുക്കും. എനിക്കെന്താ പറയുക, പിള്ളേർ പാട്ട് കേൾപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഓരോ പാട്ട് പഠിപ്പിച്ച് കൊടുക്കും കേട്ടോ. സ്ഥിരം പിള്ളേർക്ക് കേൾക്കാൻ പറ്റി കുറേ പാട്ടുകളുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഓലത്തുപ്പത്തിരുന്നൂയിലാടും ആ പാട്ട്, മാനത്തെ മാരിക്കുറുമ്പി, പിന്നെ കള്ളക്കുറുമ്പി, ചെല്ലക്കുറുമ്പി, അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ടല്ലോ, അതിൻ്റെ കുറേ ലിസ്റ്റ് ഉണ്ട്. അത് സ്ഥിരം ഇരുന്നിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 3-4 പാട്ടൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ പിന്നെ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കേൾപ്പിച്ച് കൊടുക്കും. അത് അവർ പാടിക്കൂടെ നിൽക്കണ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് കാർട്ടൂൺ കാണുന്നതിലും കൂടുതൽ ഇഷ്ടം അവരിങ്ങനെ പാട്ട് എടുപ്പിക്കാൻ കേട്ടോ. സ്ത്രീകുട്ടനും ഭയങ്കര ഇഷ്ടമാണ്, അവനിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അങ്ങനെ നമ്മൾ ട്യൂബ് ലൈറ്റൊക്കെ കത്തിച്ച് വൈകുന്നേരം നിന്ന് അവർ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തോരം പെയിൻ്റാണ് ഇത് അടിക്കുമ്പോൾ ഇങ്ങനെ പറക്കണേന്ന് മനസ്സിലായിട്ടോ. അവർ ലൈറ്റ് കത്തിച്ചപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു പുറത്തോട്ട് പറക്കുന്ന ഒരു പെയിൻറ്റ്. പിന്നെ അന്ന് വാലൻ്റൈൻ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് ചേട്ടായോട് ചോദിച്ചു, എനിക്ക് പൂവൊന്നും തന്നില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞപ്പം സുബിൻ കൊണ്ടൊരു കൈതച്ചക്ക കൊടുത്താണ്. എന്നിട്ട് മുട്ടയെ കുത്തു നിന്ന് വാലൻ്റൈൻ ഡേക്ക് പ്രൊപ്പോസ് ചെയ്ത സീനാണ് കാണുന്നത്. ഇത്രയും കോമഡി പ്രൊപ്പോസിംഗ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞാനും മാളൂസും കൂടെ പോയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസം സാറ്റർഡേ ആയതുകൊണ്ട് അവൾക്കും അവധിയാണ്. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 1-2 പുതിയ ഡാൻസ് ട്രൈ ചെയ്തിട്ട് അത്ര സെറ്റായില്ല. പിന്നെ ഓൾറെഡി ഞാൻ കളിച്ച ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് മാറ്റിയിട്ട് അതും ഞങ്ങൾ കളിച്ച്, പിന്നെ പറഞ്ഞാൽ ട്രെൻഡിങ്ങിലുള്ളതും ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കളിക്കുന്നുണ്ടതിന് ചേട്ടായിക്കും കളിച്ച് നോക്കണമെന്ന് പറഞ്ഞ് ആശാനും വന്ന് കളിക്കുന്നുണ്ട്. നന്നായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ അറിയാം കേട്ടോ. പക്ഷേ റീലൊന്നും എടുക്കാൻ വിളിച്ചാൽ വരത്തേ ഇല്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ഗൈസ്, ആൾക്ക് ക്യാമറ കാണുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പം ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ വരും, പക്ഷെ അല്ലാണ്ട് നമ്മളിപ്പോൾ ക്യാമറ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിന് മുന്നിൽ വന്നതിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്താ പറയുക കംഫർട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും നിർബന്ധിക്കാത്തത്. കാരണം ഇപ്പം ഞാൻ വ്ളോഗറാണ്, അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ ആണെന്ന് വിചാരിച്ച് എൻ്റെ പാർട്ട്ണർ അങ്ങനെ ആവണം എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വലിയധികം നിർബന്ധിക്കാറില്ല. ചിലപ്പോൾ ചോദിക്കും, എന്തെങ്കിലും ട്രെൻഡൊക്കെ വരുമ്പോൾ ചോദിച്ചാൽ ആൾ കംഫർട്ടാണെങ്കിലും മാത്രമേ ഞാനങ്ങനെ എടുക്കാറുള്ളൂ. അതിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും അതെ, ആളുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല. ഞങ്ങളുടെ രണ്ടാളുടെ ലോകം രണ്ടാണ്. അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ കൂടെ എല്ലാം ഇങ്ങനെ കൂടി ഇങ്ങനെ ഫണ്ണി ആയിട്ട് ചെയ്യാനൊക്കെ ആൾക്ക് ഇഷ്ടമാണെങ്കിൽ പോലും എന്താ പറയുക, ഒരു വീഡിയോ എടുക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ വരാച്ചിരി മടിയാട്ടും. പിന്നെ ഞങ്ങൾ പിള്ളേരോട് കളിക്കുന്നു കേട്ടോ. ശ്രീകോട്ടിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞ് പൊക്കിയപ്പോഴത്തേനും ഞാൻ പോയി വീഡിയോ എടുത്ത്. അത് കണ്ട് അവൻ്റെ ലുട്ടാപ്പിനെ ഇടിക്കുകയെന്നും പറഞ്ഞ് സിദ്ധു എന്നെ തല്ലാൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഗ്യാങ് ആട്ടും. എന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ശ്രീകുട്ടൻ പോയിട്ട് ചേട്ടായിനെ ഇടിക്കും, എന്നിട്ട് മൊട്ടാച്ചിനെ ഇടാൻ പറയും. അങ്ങനെ ഇടയ്ക്കൊക്കെ കാണിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ ചേട്ടായുടെ ടീമിലും കൂടും കേട്ടോ. മാള് മാത്രമേ ഉള്ളൂ 2 ടീമിലും ഇല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. അവളോട് എന്ത് കാര്യം ചോദിച്ചാലും ഏതാ ടീമെന്ന് ചോദിച്ചാൽ അവൾ 2 ടീമിലുള്ളത് വരത്തുള്ളൂ. അവളക്കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് അവൾ ആ സൈഡിൽ മാറി ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോ ഡാൻസ് സ്റ്റെപ്പൊക്കെ കുറേ നേരം റിപ്പീറ്റ് ചെയ്ത് കളിച്ച് പഠിച്ച് ലാസ്റ്റ് അത് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ റീൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം കിട്ടുന്ന പോലെ പതുക്കെ ഓരോ റീലായിട്ട് ഇടാം. ഓൾറെഡി ഒരു റീൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ പോയിട്ട് ദേഹം കഴുകാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ഹെയർ വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഓരോ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. അപ്പം നെക്സ്റ്റ് ഡേ ഹെയർ വാഷ്
വാഷ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ഷാമ്പൂ ഇട്ടിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്തോ സിനിമ കാണുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഒരു ഗ്യാങ് ആയിട്ടുണ്ട് കാണും. എനിക്കിങ്ങനെ ഈ മൂവീസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ കാണാറില്ല. എനിക്ക് കൂടുതൽ സീരീസാണ് ഇഷ്ടം. ഈ കൊളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കല, സർപ്രൈസോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഏതോ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ 8 വർഷത്തിനിടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗിഫ്റ്റ് വാലന്റൈൻ ഡേക്ക് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചോറൊക്കെ വാരി കൊടുത്ത് കുറച്ച് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ആഘോഷം. കഴിഞ്ഞ് പിന്നെ ഇതേ എല്ലാവരും ഇവിടെ അന്തിച്ചർച്ച പോലെ എന്തൊക്കെയോ എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് ശ്രീകുട്ടനും ആ ചർച്ചയിലൊന്നും പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പാട്ട് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മുത്തേ മുത്തേ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ പാടിക്കൊണ്ടും നടക്കും. അതുപോലെ പിള്ളേരുടെ കൂടെ ഇരുന്ന് എപ്പോഴും കാണുകയും ചെയ്യും. അത് കേട്ടിട്ട് ശ്രീകുട്ടനും അതുപോലെ ഇവിടെ നിന്ന് പാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരുടെ കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു ദിവസം അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.